കീർത്തിയുടെ ചേച്ചി ശില്പ SP അങ്കിളുടെ സംരക്ഷണയില്. ഇനി ഇവളും ശില്പയും ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താ. എന്റെ ചേച്ചി എവിടെയാ? ഞാൻ കൊടുത്ത ജോലിക്ക് അവള് ജോയിൻ ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൾ ഏതോ കാമുകന്റെ കൂടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാ. എന്നിട്ട് ജോലിക്ക് പോവുകയാണെന്നൊരു കള്ളവും പറഞ്ഞു. കള്ളം പറഞ്ഞത് നിങ്ങളാ. ഇത്രയും ദിവസം നിങ്ങളെ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് ക്രൂരതകൾ മാത്രമാണ് നിങ്ങൾ പകരമായിട്ട് തന്നത്. എന്റെ ചേച്ചിയെ കണ്ടുപിടിക്കാന്ന് വാക്ക് തന്നിട്ട് ആഴ്ചകളോളം എന്നെ ദ്രോഹിച്ചു. നിങ്ങളെ വിശ്വസിച്ച് എനിക്ക് ജോലി കിട്ടിയെന്ന് എന്റെ വീട്ടുകാരോട് പോലും ഞാൻ കള്ളം പറഞ്ഞു. ഫോൺ വിളിച്ച് സന്തോഷം നടിച്ച് സംസാരിച്ചു. അതൊരു നഷ്ടമായിട്ട് നീ കരുതുകയേ വേണ്ട. നീ സഹിച്ച ദ്രോഹത്തിന് പകരം ഇഷ്ടം പോലെ കാശ് ഞാൻ നിന്റെ വീട്ടുകാർക്ക് കൊടുത്തു. വേണമെങ്കിൽ ഇനിയും കൊടുക്കാം. എന്റെ ശരീരത്തിന്റെ വിലയാണോ നീ എന്റെ അച്ഛന് കൊടുത്തത്? കൂടുതൽ ഷോ വേണ്ട. നിന്നെ പോലെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുള്ളതാ. എന്റെ ചേച്ചിയെ കാണാതായതല്ല, നീ എന്തോ ചെയ്തതാ. അതെനിക്ക് ഇപ്പൊ ഉറപ്പായി. ഇല്ലടി, അവളെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനു മുമ്പ് അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അതിന് പകരം ഒട്ടും പ്രതീക്ഷിക്കാതെ നീ വന്ന് എന്റെ വലയിൽ വീണു. നിന്റെ ചേച്ചിക്ക് ബുദ്ധിയില്ലായിരുന്നെങ്കിലും നീ കാരണം നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. ഇനി നിന്റെ ക്രൂരത സഹിച്ച് നിന്റെ അടിമയായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് എന്റെ ചേച്ചിയെ കണ്ടുപിടിക്കണം. നിക്കടി അവിടെ. നിനക്ക് പോകേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. പിടിക്കാൻ ഓടിച്ചെന്നവളെ പിടിക്കാൻ. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. നിൽക്കാൻ. മോളെ എന്താ മോളെ 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 സ്വാമി വണ്ടി എടുക്ക.
ഓടി. എന്നെ വിടാതെ പറഞ്ഞ്. വിട്. മോളെ, നിർത്തി. ചേച്ചി, മോളെ, ചേച്ചി, ദേ. ചേച്ചി, കരയാതെ മോളെ. ചേച്ചി വന്നില്ലേ? ഇനി നിന്നെ ആരും ഒന്നും ചെയ്യില്ല. മോള് കരയല്ലേ? അനിയത്തിയെ തേടി പ്രിയപ്പെട്ട ചേച്ചി വന്നതുകൊണ്ട് എനിക്ക് ജോലി കുറഞ്ഞു. നിന്നെയാ ഞാൻ കുറെ കാലമായിട്ട് കാത്തിരുന്നത്. തേടിയ വള്ളി ഇന്ന് വന്ന് കാലി ചുറ്റി. എന്നാലും എന്റെ മുന്നിൽ വരാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടിയടി? അയാളുടെ പേര് MS മിഥുൻ സദാശിവൻ. എനിക്ക് എവിടുന്ന ധൈര്യം കിട്ടിയതെന്ന് നിനക്കിപ്പം മനസ്സിലായില്ലേ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം. അത് പിന്നെ ഒന്നുമില്ല അങ്കിൾ. ഇവരൊരു പരിചയക്കാരൻ വഴി എന്റെ അടുത്ത് ജോലി തേടി വന്നതാ. ശരിയാ, ജോലി തേടി തന്നെ വന്നത്. പക്ഷെ ഇയാളുടെ ഉദ്ദേശം വേറെ ആയിരുന്നു സർ. ഇയാളിൽ നിന്നും കഷ്ടിച്ച ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷെ ഞാൻ പെട്ടുപോയി ചേച്ചി. എന്റെ ജീവിതം അയാൾ നശിപ്പിച്ചു. ചേച്ചിയെ കണ്ടുപിടിക്കാനും ജോലി തരാന്നും പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നു. എന്നോട് ഇനി കാണിക്കാൻ ക്രൂരതകളൊന്നും ബാക്കിയില്ല ചേച്ചി. No!